2026 ജനുവരി 3 വെനിസ്വലയുടെ തലസ്ഥാനമായ കാരക്കോസ് നഗരം കനത്ത നിശബ്ദതയിലായിരുന്നു. എന്നാൽ പുലർച്ചെ 2 മണിയോടെ ആ ആകാശം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. 30 വർഷത്തിനിടയിൽ ലാറ്റിൻ അമേരിക്ക കണ്ട ഏറ്റവും വലിയ US വ്യോമാക്രമണത്തിന്റെ ഇരമ്പലായിരുന്നു അത്. ആകാശത്ത് അഗ്നിഗോളങ്ങൾ മിന്നിമറഞ്ഞു. മിസൈലുകൾ കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചു. വെറും 120 മിനിറ്റുകൾ 3 അമേരിക്കൻ പ്രസിഡന്റുമാരെയും പതിറ്റാണ്ടുകളോളം അമേരിക്കൻ ഉപരോധങ്ങളെയും പുച്ഛിച്ചു തള്ളിയ നിക്കോളാസ് മഡൂറോ ഇന്ന് കണ്ണുകെട്ടി ന്യൂയോർക്കിലെ അതീവ സുരക്ഷാ ജയിലിലാണ്. ലോകം ഞെട്ടിയ ഈ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നായിരുന്നു. ഇതൊരു സാധാരണ മിന്നലാക്രമണമല്ലായിരുന്നു, മറിച്ച് ലോകാക്രമണത്തെ തന്നെ മാറ്റിമറിച്ച അമേരിക്കയുടെ പുതിയ അധിനിവേശ നയത്തിന്റെ പ്രായോഗിക പരീക്ഷണമായിരുന്നു. നർക്കോ ഭീകരവാദം എന്ന കുറ്റം ചുമത്തി ഒരു പരമാധികാര രാജ്യത്തിന്റെ തലവനെ പിടികൂടി കൊണ്ടുപോകുമ്പോൾ വാഷിംഗ്ടൺ ലോകത്തിന് നൽകുന്നത് അതിശക്തമായ ഒരു സന്ദേശമാണ്. ഈ ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും വൈറ്റ് ഹൗസിലേക്ക് എത്തിയ നിമിഷം തന്നെ ഇതിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരുന്നു. മാക്സിമം പ്രഷർ എന്ന തന്റെ പഴയ തന്ത്രത്തെ ട്രംപ് ഇത്തവണ മറ്റൊരു തലത്തിലേക്ക് മാറ്റി. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ചരിത്രപരമായ ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചു. വെനിസ്വേലൻ ഗവൺമെന്റുമായി അടുത്ത ബന്ധമുള്ള ട്രെൻഡി അരാഗ്വ, കാർട്ടൽ ഡി ലോസ് സോളസ് തുടങ്ങിയ ക്രിമിനൽ സിൻഡിക്കേറ്റുകളെ വിദേശ ഭീകര സംഘടനകളായി അമേരിക്ക പ്രഖ്യാപിച്ചു. ഇവിടെയാണ് കളി മാറിയത്. സാധാരണയായി ഒരു രാജ്യത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാറുള്ളത്. എന്നാൽ ഇവരെ ഭീകരരെന്ന് മുദ്ര കുത്തിയതോടെ അമേരിക്കൻ സൈന്യത്തിന് പുതിയൊരു നിയമപരമായ വാതിൽ തുറന്നു. ഭീകരവാദികളെ നേരിടാൻ ലോകത്തിന്റെ ഏത് കോണിലും സൈനിക ശക്തി ഉപയോഗിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമങ്ങൾ ഇതിലൂടെ പ്രാബല്യത്തിൽ വന്നു. മഡൂറോ ഗവൺമെന്റിനെ വെറും ഒരു സ്വച്ഛാധിപത്യ ഭരണകൂടമായല്ല, മറിച്ച് ഒരു ഭീകരവാദ സ്പോൺസറായി അമേരിക്ക മുദ്രകുത്തി. ഈ പുതിയ നിയമപരമായ പദവി എണ്ണ വിപണിയെയും നയതന്ത്രത്തെയും എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. സാധാരണ ഉപരോധമാണെങ്കിൽ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് തടയാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ വെനസ്വേലൻ എണ്ണ കപ്പലുകൾ ഭീകരവാദത്തിന് പണം കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് അവയെ ശത്രു സ്വത്തായി അമേരിക്ക പ്രഖ്യാപിച്ചു. അതോടെ കടലിൽ വെച്ച് തന്നെ ഈ കപ്പലുകൾ പിടിച്ചെടുക്കുവാനും അവയിലെ ഇന്ധനം കണ്ടുകെട്ടാനും അമേരിക്കൻ നാവികസേനയ്ക്ക് അധികാരം ലഭിച്ചു. ഇത് വെനസ്വേലയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പൂർണ്ണമായിട്ടും തകർത്തു. ഇതിനൊപ്പം മയക്കുമരുന്ന് കടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ബോട്ടുകളെ വെറും കള്ളക്കടത്ത് ബോട്ടുകളായല്ല, മറിച്ച് ശത്രു സൈന്യത്തിന്റെ വാഹനങ്ങളായി കണ്ട് ആക്രമിക്കുവാൻ ട്രംപ് അനുവാദം നൽകി. അമേരിക്കൻ പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കിയാണ് ട്രംപ് ഈ കരുനീക്കങ്ങൾ നടത്തിയത്. സാധാരണ സൈന്യത്തെ വിന്യസിക്കാൻ കോൺഗ്രസിന്റെ അനുമതി വേണം. എന്നാൽ 2001 9/11 ആക്രമണത്തിന് ശേഷം നിലവിൽ വന്ന അജണ്ട നിയമങ്ങൾ ഉപയോഗിച്ച് ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുവാൻ പ്രസിഡന്റിന് നേരിട്ട് ഉത്തരവിടാം എന്ന പഴുത് ട്രംപിന്റെ ടീം കൂടുതൽ കൃത്യമായി ഉപയോഗിച്ചു. ട്രംപിന്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച 3 പ്രധാന വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം. ഇവർ ഈ ഓപ്പറേഷന്റെ യഥാർത്ഥ ശില്പികളാണ്. പാം ബോണ്ടി. ഇവർ കേവലം ഒരു വക്കീലല്ല, ഈ ദൗത്യത്തിന്റെ ലീഗൽ ആർക്കിടെക്ട് ആയിരുന്നു. 2025 ഓഗസ്റ്റിൽ മഡൂറയുടെ തലയ്ക്ക് $50 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചതിലൂടെ അവനെ ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായി അവർ തരം താഴ്ത്തി. വെനിസ്വേലൻ സംഘങ്ങളെ ഭീകരവാദികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള നിയമപരമായ പഴുതുകൾ കണ്ടെത്തിയത് പാം ബോണ്ടിയാണ്. മാർക്കോ റൂബിയോ. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതീവ ജാഗ്രതയുള്ള റൂബിയോ മഡൂറോയെ ഒരു പ്രസിഡന്റായി അംഗീകരിക്കുന്നതിന് പകരം ജനീവ കൺവെൻഷനുകളുടെ പരിരക്ഷ ലഭിക്കാത്ത ഒരു നിയമവിരുദ്ധ പോരാളിയായി ആഗോള തലത്തിൽ ചിത്രീകരിച്ചു. ഇത് മഡൂറോയെ പിടികൂടുമ്പോൾ അന്താരാഷ്ട്ര നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായിച്ചു. മറ്റൊന്ന് റിച്ചാർഡ് ഗ്രെന്നലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പിന്തുണ ഈ ദൗത്യത്തിന് ഉറപ്പാക്കിയത് ഗ്രെന്നലാണ്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ കരീബിയൻ രാജ്യങ്ങളെ അദ്ദേഹം അമേരിക്കയോടൊപ്പം ചേർത്തു. യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ട്രംപ് നൽകിയ അവസാനത്തെ മുന്നറിയിപ്പായിരുന്നു 2025 ഒക്ടോബറിലെ ഡ്രോൺ ആക്രമണങ്ങൾ. വെനിസ്വേലൻ തീരത്ത് മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ബോട്ടുകൾക്ക് നേരെ നടത്തിയ ഈ ആക്രമണങ്ങളിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടു. അമേരിക്ക ഇനി പ്രസ്താവനകളിൽ ഒതുങ്ങില്ലെന്നും സൈനികമായി പ്രതികരിക്കുമെന്നും ലോകം അന്ന് മനസ്സിലാക്കി. ഈ ആക്രമണം മഡൂറോയുടെ സൈന്യത്തിനിടയിൽ വലിയ പരിഭ്രാന്തിയും പടർത്തി. ഇതേ സമയം തന്നെ അമേരിക്കൻ സെനറ്റിലെ റിപ്പബ്ലിക്കന്മാർ പ്രസിഡന്റിന്റെ അധികാരം പരിമിതപ്പെടുത്തുവാനുള്ള നീക്കങ്ങളെ തടഞ്ഞതോടെ ട്രംപിന് ആരോടും ചോദിക്കാതെ സൈന്യത്തെ അയക്കുവാനുള്ള ബ്ലാക്ക് ചെക്ക് ലഭിച്ചു.
ജനുവരി 3-ന് നടന്ന ആക്രമണം വെറും ഒരു സൈനിക ശക്തിയുടെ പ്രദർശനമായിരുന്നില്ല. അതീവ നൂതനമായ സാങ്കേതിക വിദ്യയുടെയും സൈബർ യുദ്ധത്തിന്റെയും സങ്കലനമായിരുന്നു. 150ഓളം US യുദ്ധവിമാനങ്ങൾ വെനിസ്വേലയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി. എന്നാൽ ഇതിനേക്കാൾ വിനാശകരമായത് അമേരിക്കൻ സൈബർ ഏജൻസികൾ നടത്തിയ നീക്കമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപ് കാരക്കാസിലെ പവർ ഗ്രിഡുകൾ അവർ ഹാക്ക് ചെയ്തു. നഗരം പൂർണ്ണമായി ഇരുട്ടിലായ ആ നിമിഷങ്ങളിൽ വെനിസ്വേലയുടെ റഡാറുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും കണ്ണടച്ചു. ഈ അവസരം ഉപയോഗിച്ച് അമേരിക്കയുടെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ഹെലികോപ്റ്ററുകളിൽ മഡുറോയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. താൻ സുരക്ഷിതനാണെന്ന് വിശ്വസിച്ചിരുന്ന മഡുറോയെ അവർ നിഷ്പ്രയാസം പിടികൂടി. ഇവിടെയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. അമേരിക്കൻ വിദേശ നയത്തിൽ വന്ന ഈ വിപ്ലവകരമായ മാറ്റത്തെ പുതിയ അധിനിവേശ പാഠപുസ്തകം എന്ന് വിളിക്കേണ്ടി വരും. ഇതിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. അമേരിക്ക ഫസ്റ്റ്, എന്നാൽ പിന്മാറ്റമല്ല. പലരും കരുതിയത് ട്രംപ് അമേരിക്കയെ ലോകരാജ്യങ്ങളിൽ നിന്ന് പിൻവലിക്കുമെന്നാണ്. എന്നാൽ അമേരിക്ക ഫസ്റ്റ് എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ ബാധിക്കുന്നവരെ ക്രൂരമായിട്ട് പ്രഹരിക്കുക എന്നതാണ് അർത്ഥമെന്ന് ഈ ദൗത്യം തെളിയിച്ചു. അവസാനമില്ലാത്ത യുദ്ധങ്ങൾക്ക് വിട. അഫ്ഗാനിസ്ഥാൻ പോലെയോ ഇറാഖ് പോലെയോ വലിയ സൈന്യത്തെ അയച്ച് വർഷങ്ങളോളം തമ്പടിക്കുന്ന രീതി ഇനി അമേരിക്കയ്ക്കില്ല. ശത്രുവിനെ ഇല്ലാതാക്കുക, ഒരു രാജ്യത്തെ ജനാധിപത്യം കെട്ടിപ്പടുത്തുക എന്നതല്ല, മറിച്ച് അമേരിക്കയുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതിലാണ് പുതിയ ശ്രദ്ധ. മഡുറോയുടെ പതനം വെനിസ്വേലയിൽ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെച്ചേക്കാം. എന്നാൽ ഇതിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. UN അനുമതിയില്ലാതെ ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടികൂടിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും ആരോപിക്കുന്നു. വെനിസ്വേലയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമുള്ള ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി കാണുന്നു. ഇത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. കൂടാതെ ഈ വെനസ്വേല മോഡൽ നാളെ തങ്ങൾക്കെതിരെയും ഉപയോഗപ്പെടുത്തുമോ എന്ന് ലോകത്തെ പല രാജ്യങ്ങളും ഭയപ്പെടുന്നു. വെനസ്വേല ഒരു തുടക്കം മാത്രമാണോ? വിദഗ്ധർ പറയുന്നത് വരും കാലങ്ങളിൽ ഈ രീതി മറ്റു മേഖലകളിലേക്കും വ്യാപിക്കുമെന്നതാണ്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ, പ്രത്യേകിച്ച് മെക്സിക്കൻ കാർട്ടലുകൾക്കെതിരെ ഇതേപോലെ ഭീകരവാദ മുദ്രകുത്തി US സൈന്യം മിന്നലാക്രമണം നടത്തുവാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെയും ഈ സൈബർ പ്ലസ് സൈനിക രീതി അമേരിക്ക പ്രയോഗിച്ചേക്കാം. ചുരുക്കത്തിൽ 2026ഓടെ അമേരിക്കൻ സൈനിക നയം രാജ്യം കെട്ടിപ്പടുത്തുക എന്നതിൽ നിന്ന് മാറി ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്നതിലേക്ക് പൂർണ്ണമായിട്ട് മാറി. ഇതിന് കോൺഗ്രസിന്റെയോ അന്താരാഷ്ട്ര സമിതികളുടെയോ അനുമതിക്കായി അവർ കാത്തിരിക്കില്ല എന്ന സന്ദേശമാണ് വെനിസ്വേലയിലൂടെ ട്രംപ് നൽകിയത്. ലോകം ഇന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു. ശക്തിയുള്ളവൻ നിയമം തീരുമാനിക്കുന്ന അതിവേഗ സൈനിക നീക്കങ്ങൾ, രാഷ്ട്രീയ പരിഹാരങ്ങൾ ഉണ്ടാകുന്ന ഒരു യുഗം. ഈ മാറ്റം ലോകത്തിന് കൂടുതൽ സുരക്ഷ നൽകുമോ അതോ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ? കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു.